ഗസയിൽ ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ സേന വിറയ്ക്കുകയാണ്. ഗസ പിടിച്ചെടുക്കാൻ എത്തിയ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇസ്രായേൽ സൈന്യം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഗസയിൽ ഇസ്രായേൽ സൈന്യം പരസ്പരം തമ്മിലടിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. പരസ്പരം കുറ്റം പറഞ്ഞ് തമ്മിലടിക്കുന്ന സൈന്യം. അത്ര രൂക്ഷമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഗസയിലെ സ്ഥിതി. മാത്രമല്ല 13,000 സൈനികർക്ക് മാനസിക പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതിൽ 4,000 പേർ മുഴുഭ്രാന്തിലേക്ക് പോയിരിക്കുന്നു. അവർ ചികിത്സയ്ക്കായി ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ മുഖം. ഇതാണ് ഗസയിലെ യഥാർത്ഥ ചിത്രം. തമ്മിലടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സൈന്യത്തിൻ്റെ തമ്മിലടി നെതന്യാഹുവിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഗസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെത്തിയ ഇസ്രായേൽ സേന സ്വയം ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസയിൽ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. തമ്മിലടി രൂക്ഷമായിരിക്കുന്നു. തമ്മിലടിയിൽ പല ഇസ്രായേലി ഭടന്മാർക്കും പരിക്കേറ്റിരിക്കുന്നു. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ നെതന്യാഹുവിന് ആകുന്നില്ല. വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞത്. തെക്കൻ ഗസ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ ഒരിടത്തും സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ സൈന്യം തമ്മിലടിച്ച് നശിക്കുകയാണ്, യാദവ കുലം പോലെ. എന്തായാലും നെതന്യാഹു യുദ്ധം നിർത്താൻ നെതന്യാഹു താല്പര്യപ്പെടുന്നില്ല. യുദ്ധം തുടരുമെന്ന് തന്നെ നെതന്യാഹു പറയുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ഹമാസ് ഗൗരവത്തോടെ എടുക്കുകയും തങ്ങളും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, താൽക്കാലികമായ വെടിനിർത്തലിനായി ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരിക്കൽ താൽക്കാലികമായി വെടിനിർത്തിയതാണ്. വീണ്ടും താൽക്കാലികമായി വെടിനിർത്താൻ പറ്റുമോ എന്നതിനുള്ള സാധ്യതകൾ ഖത്തറും ഈജിപ്തും തിരയുന്നുണ്ട്. പക്ഷേ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് തയ്യാറല്ല. ഹമാസ് ബന്ദികളാക്കി വെച്ചവരെ മോചിപ്പിക്കാൻ ഇതുവരേക്കും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. കമാൻഡോ ഓപ്പറേഷനിൽ മികച്ച പ്രാവീണ്യമുള്ള ഇസ്രായേൽ സൈന്യം ഗസയിലെത്തിയെങ്കിലും ഗസയിൽ അവരുടെ കമാൻഡോ ഓപ്പറേഷനൊക്കെ പാഴായിപ്പോയി. ഗസയിൽ ഇസ്രായേലിന് മരണക്കെണി ഒരുങ്ങി. ബന്ദികളെ മോചിപ്പിക്കാനാവാതെ വിയർക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ. മാത്രമല്ല, ഹമാസിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. 8,000-ഓളം ഹമാസ് പോരാളികളെ വധിച്ചു, ഹമാസ് സൈനികരെ വധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായ തെളിവുകൾ നിരത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് പുതിയ വാർത്ത പുറത്തു വരുന്നത്. 13,000-ഓളം ഇസ്രായേൽ സൈനികർക്ക് മാനസിക നില തെറ്റിയിരിക്കുന്നു. അതിൽ 4,000-ഓളം പേർ മുഴുഭ്രാന്തിലേക്ക് പോയിരിക്കുന്നു. ഹമാസിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഗസയിൽ നിൽക്കേണ്ടി വരുന്ന സൈനികർ തങ്ങളിൽ ശപിക്കുകയും തങ്ങളിൽ തല്ലുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇസ്രായേൽ സൈന്യം വല്ലാത്ത ഒരു ഗതികേടിൽ ആയിരിക്കുന്നു. ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നാണ് ഇസ്രായേൽ. അമേരിക്കയുടെ സാമന്ത രാഷ്ട്രം, അമേരിക്കയുടെ എല്ലാമായ രാഷ്ട്രം. ആ രാഷ്ട്രത്തിന് അമേരിക്കയുടെ ആയുധങ്ങളുണ്ട്, അത്യന്താധുനിക ആയുധങ്ങളുണ്ട്. അമേരിക്ക പല വിധത്തിലുള്ള സഹായവും ഇസ്രായേലിന് ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സൈനിക സഹായമൊക്കെ പാഴായി പോകുന്ന കാഴ്ചയാണ് ഗസയിൽ കാണുന്നത്. ഗസയിൽ ഇസ്രായേൽ വിറയ്ക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ വിയർക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ സൈന്യം തമ്മിലടിച്ച് നശിക്കുകയാണ്.